ഇന്ന് പരിശുദ്ധ വചനത്തിൽ നിന്ന് ആത്മാവ് നമുക്ക് തരുന്ന ആലോചന, പ്രാർത്ഥനയിൽ ജാഗരൂകരാകുക. നമ്മൾ ജാഗരൂകരാകേണ്ടത് പ്രാർത്ഥനയിലാണ്. പത്രോസ്ലിഹ സഭയെ പഠിപ്പിക്കുന്നു, താൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ തിരുവചനം 4:7, സകലത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരുമായിരിക്കുവിൻ. ഈ വചനത്തിലൂടെ 2-3 കാര്യങ്ങൾ ആത്മാവ് അറിയിക്കുകയാണ്. സകലത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, കാലം അതിന് അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവസാന നാളുകളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. പൗലോസ് പറയുന്നുണ്ട്, യുഗാന്ത്യത്തിൻ്റെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. അതിൻ്റെ അന്തിമ നാളുകളിലാണ് നമ്മൾ. നിർണായകമായൊരു സമയത്തിൽ ലോകരാജ്യങ്ങളിലും ജനപദങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും ദേശങ്ങളിലും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും പ്രതിസന്ധികളും വിനാശങ്ങളും തകർച്ചകളും പലവിധത്തിലുള്ള വിപത്തുകളും അക്രമങ്ങളും കൊലപാതകങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും മതപീഡനങ്ങളും വിശ്വാസത്യാഗങ്ങളും അവിചാരിതമല്ല, ഇതെല്ലാം കാലത്തിന് പ്രത്യേകതകളാണെന്ന് പരിശുദ്ധാത്മ മുന്നറിയിപ്പ് തരികയാണ്. സെൻസ് ഓഫ് ടൈംസ് കാലത്തിൻ്റെ അടയാളങ്ങളാണ്. സകലത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം? നാളെ ലോകം അവസാനിക്കാൻ പോവാന്നല്ല എൻ്റെ അർത്ഥം. ഈ വചനത്തിലൂടെ ആത്മാവ് എന്താ നമ്മോട് പറയുന്നത്? നമ്മൾ ജാഗ്രതയുള്ളവരാകണം. ഇത് ആത്മീയമായ ഒരുക്കത്തിൻ്റെ നാളുകളാണ്. നമ്മുടെ ആത്മരക്ഷ ഉറപ്പുവരുത്തി ജീവിക്കേണ്ട സമയം. അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട നാളുകളാണിതെന്ന് ഈ വചനത്തിലൂടെ ആത്മാവ് മുന്നറിയിപ്പ് തരികയാണ്. സകലത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ആത്മീയ ഒരുക്കത്തിൻ്റെ നാളുകളാണ്. ഈ ലോകം ഇതുപോലെ ഇനി ഒത്തിരി നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ മുന്നോട്ട് പോവുകയില്ല. കാലം അതിന് അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ദൈവജനം സമചിത്തരായിരിക്കണം. സമചിത്തതയോടെ, സെൽഫ് കൺട്രോൾ, ആത്മസംയമനത്തോടെ ജീവിക്കേണ്ട നാളുകൾ. നമുക്ക് എത്ര പേർക്ക് ഈ വചനം മനസ്സിലാകുന്നുണ്ട് സഹോദരങ്ങളെ? നമ്മുടെ വികാരങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച്, നമ്മുടെ തോന്നലുകൾക്കനുസരിച്ച് ജീവിക്കേണ്ട സമയമല്ല ഇത്. സമചിത്തതയോടെ ജീവിക്കേണ്ട നാളുകളാണിതെന്ന് ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. സെൽഫ് കൺട്രോൾ. നിങ്ങൾ പ്രാർത്ഥനയിൽ ജാഗരൂകരാകണം. നമ്മൾ ജാഗ്രത കാണിക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിലാണ്. പ്രാർത്ഥനയുടെ ആത്മാവിൽ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ വചനം നമുക്ക് കാണിച്ചു തരികയാണ്. നമ്മുടെ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടണം. പിശാച് പ്രബലപ്പെട്ടിരിക്കുന്ന ഈ നാളുകളിൽ പൈശാചിക ആക്രമണങ്ങളിൽ നിന്ന്, സാത്താൻ്റെ അറ്റാക്കുകളിൽ നിന്ന്, എല്ലാവിധ തിന്മയുടെ തിരിച്ചടികളിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥനകൾ ഉയരണം. പ്രാർത്ഥനകൾ ഉയരണം. നമ്മുടെ സമൂഹം സംരക്ഷിക്കപ്പെടുവാൻ, നമ്മുടെ സഭ സംരക്ഷിക്കപ്പെടുവാൻ ധാരാളം പ്രാർത്ഥനകൾ ഉയരണം. ദൈവജനം പ്രാർത്ഥനയുടെ ആത്മാവിൽ ജീവിക്കണം. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കണം. വീണ്ടും പത്രോസ്ലിഹ താൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായം 13-ാം വചനത്തിൽ വീണ്ടും സഭയോട് പറയാണ്, ആകയാൽ നിങ്ങൾ മാനസികമായി ഒരുങ്ങി സമചിത്തതയുള്ളവരായിരിക്കുവിൻ. സമചിത്തതയുള്ളവരായിരിക്കുവിൻ. യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയിൽ പ്രത്യാശയർപ്പിക്കുകയും ചെയ്യുവിൻ. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും മാനസികമായി ഒരുങ്ങേണ്ട നാളുകൾ. ഞാൻ വീണ്ടും വീണ്ടും പറയട്ടെ, ഇത് ആത്മീയ ഒരുക്കത്തിൻ്റെ നാളുകളാണ്. ഒരു സ്പിരിച്വൽ പ്രിപ്പറേഷൻ. യെസ്, ആത്മീയ ഒരുക്കത്തിൻ്റെ ദിനങ്ങൾ. ഈ നാളുകൾ തിരിച്ചറിയാതെ നമ്മൾ ലൗകികരും ജഡീകരുമായി ജീവിച്ചാൽ നമുക്ക് ഒത്തിരിയേറെ നഷ്ടം സഹിക്കേണ്ടി വരും. അതിനാൽ നിങ്ങൾ സമചിത്തതയോടെ വർത്തിക്കുവിൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന കൃപയിൽ അതെന്താണ്? നിത്യജീവനാണ്, ഇറ്റേണൽ ലൈഫ്. നിങ്ങളതിൽ പ്രത്യാശയർപ്പിക്കുക. നിങ്ങളത് പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. എത്ര മനോഹരമായ
നമുക്ക് എത്ര പേർക്ക് ഈ വചനത്തിൻ്റെ മർമ്മം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? എത്ര ശ്രേഷ്ഠമായൊരു വചനമാണ് സഹോദരങ്ങളെ. നിങ്ങൾ സമചിത്തതയോടെ ആത്മീയമായി ഒരുക്കമുള്ളവരായി ജീവിക്കുക. ആത്മീയമായി ഒരുക്കമുള്ളവരാകുന്ന നമ്മുടെ ജീവിതം കർത്താവിനോട് ചേർന്നായിരിക്കണം. അതാണ് എൻ്റെ അർത്ഥം. പൗലോസ്ലീഹയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. നമുക്കറിയാം, പൗലോസ്ലീഹ ഒരു വലിയ വിശുദ്ധനാണ്. സഭ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തനായൊരു മിഷണറിയാണ്. അനേകം ആത്മാക്കളെ കർത്താവിനായി നേടിയവനാണ്. സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒരുപാട് കഷ്ടങ്ങളും ക്ലേശങ്ങളും സഹനങ്ങളും അനുഭവിച്ചവനാണ്. ആ പൗലോസ്ലീഹ ഈ വചനം പൂർണ്ണമായും വിശ്വസിച്ചു. ഇത് സമചിത്തതയോടെ ജീവിക്കേണ്ട നാളുകളാണ്. ഈ കാലഘട്ടത്തെ നോക്കിക്കൊണ്ട് പ്രവചനാത്മാവിൽ വിശുദ്ധ പൗലോസ് പ്രവചിച്ചു. പ്രൊഫറ്റിക് വേർഡ്. ഇതൊരു പ്രവചന വചനമാണ്. എല്ലാ നാളുകളിലുമുള്ള സഭാ മക്കൾക്കുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയാണ് ഈ വചനത്തിലൂടെ ആത്മാവ് നൽകുന്നത്. കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 9-ാം അധ്യായം 27-ാമത്തെ തിരുവചനം. ആ വചനം എല്ലാവരും ഉച്ചത്തിൽ ഉണർവോടെ വായിച്ച്, മറ്റുള്ളവരുടെ സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുന്നതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. സെൽഫ് കൺട്രോൾ. പൗലോസ്ലീഹ അനേകരോട് സുവിശേഷം അറിയിച്ചു. എന്നാൽ ഈ പൗലോസ് പറയാണ്, കർത്താവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആകാതിരിക്കാൻ, ഞാൻ തിരസ്കൃതനാകാതിരിക്കാൻ, എൻ്റെ നിത്യത എനിക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സമചിത്തതയോടെ സംയമനത്തോടെ എൻ്റെ വികാരങ്ങളെ, എൻ്റെ ഇച്ഛകളെ, എൻ്റെ ആഗ്രഹങ്ങളെ, എൻ്റെ മോഹങ്ങളെ, എൻ്റെ ഇഷ്ടങ്ങളെ, എൻ്റെ താല്പര്യങ്ങളെ ഞാൻ പരിശുദ്ധാത്മാവിൽ കർശനമായി ഞാൻ എൻ്റെ ശരീരത്തെ നിയന്ത്രിച്ച് കീഴടക്കുന്നു. കാരണം എനിക്കൊരു നിത്യതയുണ്ട് എൻ്റെ കർത്താവിനോടൊപ്പം. അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വിശുദ്ധ പൗലോസ് ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ ആത്മീയ ഒരുക്കമുള്ളവനായി സമചിത്തതയോടെ ജീവിച്ചു. സമചിത്തതയോടെ. കാണുന്നതിൻ്റെ എല്ലാറ്റിനെയും പുറകെ നമ്മൾ ഓടരുത്. ആഗ്രഹിക്കുന്നത് മുഴുവൻ ലഭിക്കണമെന്നുള്ള ആഗ്രഹമരുത്. അത് ദുർമോഹമാണ്. അത് നിന്നെ നശിപ്പിക്കുമെന്ന് കർത്താവിൻ്റെ വചനം അറിയിക്കുക. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ചിലർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്, കാണുന്നത് മുഴുവൻ അതിൻ്റെ പുറകെ ഓടുക. കണ്ണുകൾക്ക് ഇമ്പകരമായത് മുഴുവൻ അതിന് പുറകെ ഓടുന്നു. ആഗ്രഹിക്കുന്ന മുഴുവൻ സ്വന്തമാക്കാൻ വേണ്ടി തത്രപ്പെടുന്നു. അതിനുവേണ്ടി അധ്വാനിക്കുന്നു. അതിനുവേണ്ടി എന്തൊക്കെയാണ് നമ്മളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ. അതിൽ ആത്മാവുണ്ടോ? അത് ദൈവവചനത്തിന് ചേർന്നതാണോ? നമ്മൾ പരിശോധിച്ച് വേണം അത് സ്വീകരിക്കുവാനും ആഗ്രഹിക്കുവാനും. നമ്മുടെ കർത്താവ് പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം അനേകം അടയാളങ്ങൾ തൻ്റെ സഭയ്ക്ക് നൽകിക്കൊണ്ട് ഈശോ പറയാണ്, 36-ാമത്തെ തിരുവചനം, സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുക. സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുക. എൻ്റെ സഹോദരങ്ങളെ, ഇവിടെ 3 കാര്യങ്ങൾ കർത്താവ് നമ്മൾ അറിയിക്കുന്നുണ്ട്. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെടുവാൻ. എന്താണ് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ? അതിൻ്റെ മുന്നമേയുള്ള വചനങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി കർത്താവ് പറഞ്ഞു തന്നിട്ടുണ്ട്. കർത്താവ് പറയാണ്, ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുവാൻ നിങ്ങൾ പ്രാർത്ഥനയിൽ ജാഗരൂകരാകണം. പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിലാണ് ഈ ഒരു ദൈവിക സംരക്ഷണം ഉണ്ടാകുന്നത്. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ കർത്താവ് പ്രൊട്ടക്റ്റ് ചെയ്യും. ഈ ലോകത്തോടൊപ്പം ശിക്ഷയ്ക്ക് അവർ വിധിക്കപ്പെടുകയില്ല. ഈ ലോകത്തോടൊപ്പം അവർ നശിച്ചു പോകാൻ കർത്താവ് അനുവദിക്കുകയില്ല. തന്നെ സ്നേഹിച്ചവരെ, തൻ്റെ വചനത്തെ പ്രമാണിച്ചവരെ, തൻ്റെ ആത്മാവിൽ ജീവിച്ചവരെ കർത്താവ് സംരക്ഷിക്കും. ആ കുടുംബങ്ങളെ സംരക്ഷിക്കും, സമൂഹങ്ങളെ സംരക്ഷിക്കും, അപ്രകാരമുള്ള തലമുറകളെ സംരക്ഷിക്കും. ആ സംരക്ഷണം എപ്രകാരമാണ് നമുക്ക് ലഭിക്കുന്നത്? പ്രാർത്ഥനയിലൂടെയാണ്. യെസ്, സ്പിരിറ്റ് ഓഫ് പ്രയർ. പ്രാർത്ഥനയുടെ ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുക.
രണ്ടാമത് ഈശോ പറഞ്ഞു, മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കുവാനുള്ള ആ കരുത്ത്, ധൈര്യം നിങ്ങൾക്ക് ലഭിക്കാൻ. അത്ര ഈസി അല്ല സഹോദരങ്ങൾ, അത്ര എളുപ്പമല്ല. കർത്താവിന്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായി നമ്മൾ ആരും ധരിക്കരുത്. പൗലോസ് പറയാണ്, എനിക്കത് നഷ്ടപ്പെട്ടു പോകാതിരിക്കും, ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. പൗലോസ് ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിച്ചവനാണ്. ക്രിസ്തുവിൽ ആയിരുന്നു പൗലോസിന്റെ ജീവിതം. എന്നിട്ട് പൗലോസ് പറയാ, ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആകുമോ എന്ന് എനിക്കൊരു ആശങ്കയുണ്ട്. പൗലോസ് അങ്ങനെ ചിന്തിച്ചെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താ സഹോദരങ്ങൾ? എന്തുമാത്രം ജാഗ്രതയോടെ ഈ ലോക ജീവിതം നമ്മൾ നയിക്കണമെന്ന് ആത്മാവ് ഈ വചനത്തിലൂടെ അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ അനാസ്ഥ കാണിക്കരുത്, നമ്മൾ ഉദാസീനരായി അധപതിക്കരുത്. ജാഗ്രതയോടെ ശ്രദ്ധയോടെ ജീവിക്കാൻ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. മൂന്നാമത് കർത്താവ് പറഞ്ഞത്, വാച്ച് ആൻഡ് പ്രേ, നിങ്ങൾ പ്രാർത്ഥനയിൽ ജാഗരൂകരാകുക. അപ്പൊ ഇതിനെല്ലാം സൊല്യൂഷനായി, പരിഹാരമായി കർത്താവ് പറഞ്ഞത് എന്താണ്? നിങ്ങൾ പ്രാർത്ഥനയിൽ ശ്രദ്ധയുള്ളവരാകുക. തൻ്റെ സഭയോട്, തൻ്റെ കുടുംബങ്ങളോട്, താൻ തിരഞ്ഞെടുത്തവരോട് എല്ലാം കർത്താവിന് പറയാനുള്ളത് എന്താ? നിങ്ങൾ പ്രാർത്ഥനയിൽ ജാഗരൂകരാകണം, പ്രാർത്ഥനയുടെ ആത്മാവിൽ ജീവിക്കണം. ഇതാണ് സഭയ്ക്ക് പരിശുദ്ധാത്മാവിന് പറയാനുള്ള സന്ദേശം, തൻ്റെ കുടുംബങ്ങളോട് ആത്മാവിന് നൽകാനുള്ള സന്ദേശം. ഒത്തിരി പ്രാർത്ഥന പോലും ഇല്ലാത്ത അത്രയോ കുടുംബങ്ങൾ വെറും ഈ എന്താ പറയുക, നമ്മൾ ഈ രാത്രി കാലങ്ങളിൽ ടെലിവിഷനും അതുപോലെ മറ്റു വിനോദങ്ങളും, പ്രാർത്ഥിക്കാൻ നേരമില്ല. ഒരുമിച്ച് കുടുംബത്തിൽ മുട്ടുമടക്കി കർത്താവിൻ്റെ നാമം വിളിക്കാനും പരിശുദ്ധ ജപമാല ചൊല്ലാനും കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കാനും തയ്യാറാകാത്ത ഒരുപാട് കുടുംബങ്ങൾ. നമ്മുടെ കുടുംബങ്ങളെ പിശാചിന്ന് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം പ്രാർത്ഥനയുടെ ആത്മാവ് അനേകം കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു സഹോദരങ്ങളെ. അതുകൊണ്ട് ആ കുടുംബങ്ങളിൽ നിന്ന് തകർച്ചയുടെ വക്കിലാണ്. നമ്മൾ കണ്ണുനീരോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരണം. 3 കാര്യങ്ങൾ എന്തുകൊണ്ട് ദൈവജനം പ്രാർത്ഥനയിൽ ജാഗരൂകരാകണമെന്ന് 3 കാര്യങ്ങൾ ആത്മാവ് നമ്മൾ അറിയിക്കൂ. എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയിൽ ജാഗരൂകരാകണം? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണമേ. ഞാൻ വീണ്ടും പറയട്ടെ, നമ്മുടെ നിയോഗങ്ങളിൽ പ്രാർത്ഥനയിൽ നമ്മുടെ കുടുംബങ്ങൾ വളരാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളാകാൻ മാതാപിതാക്കളെ നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ സഹോദരങ്ങളിൽ പ്രാർത്ഥനയുടെ ആത്മാവ് വ്യാപരിക്കാൻ, നമ്മുടെ സഭയിൽ പ്രാർത്ഥനയുടെ അരൂപി തീ പോലെ പടരുവാൻ, നമ്മുടെ സമൂഹങ്ങൾ പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നവീകരിക്കപ്പെടാൻ, ഇങ്ങനെയുള്ള വിവിധമായ നിയോഗങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ വിഷയങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്കൊന്നിച്ച് ഈ സമയം അനേകരിൽ പരിശുദ്ധാത്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും, സൗഖ്യങ്ങൾ കൊണ്ടുവരും, പല ഡെലിവറൻസുകൾ തരും. ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജനത്തിൻ്റെ മേൽ ആത്മാവ് ഇറങ്ങി വന്ന് അനേകർക്ക് സൗഖ്യവും അനുതാപവും വിമോചനവും ആത്മശക്തിയും പരിശുദ്ധാത്മാവ് പ്രദാനം ചെയ്യും. വിശ്വസിച്ച് രാമ്യം പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ്, ജീസസ്, ജീസസ്. നന്ദി കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. കുടുംബങ്ങളിലേക്ക് കൃപ ഒഴുകട്ടെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും കൃപയാ വ്യാപരിക്കട്ടെ. അഭിഷേകം ഇറങ്ങട്ടെ. സ്തുതിക്കുന്നു കർത്താവ്. ആത്മാവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കട്ടെ. എന്തുകൊണ്ട് ദൈവജനം പ്രാർത്ഥനയിൽ ജാഗരൂകരാകണം? ശിലുക്കാട് സുവിശേഷം 21-ാം അധ്യായം 36-ാമത്തെ വചനം ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട്. ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ചു. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെടുവാൻ നിങ്ങൾ പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കണം. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം എന്ന് കർത്താവ് പറയുമ്പോൾ അതിനു മുൻപ് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വ്യക്തമായി ഈശോ പഠിപ്പിച്ചു, ഈശോ നമ്മോട് പറഞ്ഞു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എല്ലാം ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, സംഭവിച്ചു കഴിഞ്ഞ പല കാര്യങ്ങളും, ഇതെല്ലാം ഞാൻ മുന്നമേ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം നോക്കിക്കേ.
നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് ഇതെല്ലാം മുൻകൂട്ടി നമ്മുടെ കർത്താവ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഒരു കഥ വായിച്ചു പോകുന്ന പോലെ വായിച്ചു പോകാനല്ല, അതിന് ഗൗരവം മനസ്സിലാക്കി, അതിനർത്ഥം മനസ്സിലാക്കി നമ്മൾ ജാഗ്രതയോടെ ജീവിക്കുന്നതിൽ നമ്മൾ കൂടുതൽ ശുഷ്കാന്തിയുള്ളവരാകാനാണ് ഈ അടയാളങ്ങളെല്ലാം കർത്താവ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 7 മുതൽ 35 വരെയുള്ള വചനങ്ങൾ കണ്ടോ. നിങ്ങൾക്കൊരു ഹോംവർക്കായിട്ട് തിരിക്കുകയാണ്. അത് എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും ഈ വചനം നിങ്ങൾ വായിക്കണം കേട്ടോ. നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ഇതെല്ലാവരും ഉണർവോടെ വായിക്കണം. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 7 മുതൽ 35 വരെയുള്ള വചനങ്ങളിലെ നമ്മൾ കൃത്യമായി നമ്മളത് കാണുന്നുണ്ട്. എന്താ കാണുന്നത്? ഒരു ദേശത്തോ ഒരു സ്ഥലത്തോ മാത്രമല്ല, വേൾഡ് വൈഡായി ലോകവ്യാപകമായി സംഭവിക്കുന്ന വിനാശങ്ങള്, തകർച്ചകള്, പ്രകൃതിക്ഷോഭങ്ങള്, ഭീകര ദുരിതങ്ങള്, കഠിനമായ പീഡനങ്ങള്, വിശ്വാസരാഹിത്യങ്ങള്, അതുപോലെ തന്നെ പല വിധത്തിലുള്ള തകർച്ചകൾ, വിനാശങ്ങൾ, ദൈവനിന്ദയുടെ പ്രവൃത്തി ദോഷങ്ങൾ, വിനാശകരമായ ചില ദൈവനിന്ദകൾ, സാക്രിലേജുകൾ സഭയിൽ പോലും സംഭവിക്കുന്നു. ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, ജനപദങ്ങളിലെല്ലാം കൊടിയ തകർച്ചകളും പലവിധത്തിലുള്ള വിനാശങ്ങളും പീഡനങ്ങളെല്ലാം സംഭവിക്കുമെന്ന് കർത്താവ് അടയാളങ്ങൾ തരികയാണ്. ഒരു യൂണിവേഴ്സലായിട്ടുള്ള ലോകവ്യാപകമായ തകർച്ചകളാണിത്. പൗലോസ് പറഞ്ഞാൽ അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. ക്ലേശപൂർണമായ സമയങ്ങൾ, ഞാൻ വിശ്വസിക്കുന്നു ആ ക്ലേശപൂർണമായ സമയത്തിൻ്റെ ആ ഒരു ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് സഹോദരൻ. ലോകത്തിന് ഇനി പഴയതുപോലെ കംഫർട്ടായിട്ട് ജീവിക്കാൻ പറ്റുകയില്ല. സമാധാനം എടുത്തു മാറ്റപ്പെടുന്ന ഒരു കാലം. അതുകൊണ്ട് ലോകരാജ്യങ്ങളിൽ നിന്ന് കലുഷിതമായിരിക്കുന്ന പലവിധ യുദ്ധക്കെടുതികൾ, യുദ്ധഭീഷണികൾ, പല രാജ്യങ്ങളിൽ ആഭ്യന്തരമായ കലഹങ്ങൾ, ആഭ്യന്തരമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, അനേക രാജ്യങ്ങളിൽ നിന്ന് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കലുഷിതമാണെന്ന് ലോകം. ഇത് അവിചാരിതമല്ല, ഇതെല്ലാം ദൈവവചനത്തിൻ്റെ പൂർത്തീകരണങ്ങളാണെന്ന് ആത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, പലവിധ തകർച്ചകൾ, വിനാശങ്ങളെല്ലാം കാണുന്നു. കർത്താവ് പറഞ്ഞു ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 35-ാമത്തെ വചനം. 35. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിബന്ധിക്കും. ദൈവമേ, കണ്ടോ, ഭൂമുഖത്ത് ജീവിക്കുന്നെന്ന് പറഞ്ഞാൽ അത് ഭാരതത്തിൽ മാത്രമോ, അല്ലെങ്കിൽ അത് യൂറോപ്പിലോ, അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്കയിലോ, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ, ഏതെങ്കിലും ഭൂഖണ്ഡത്തിലോ, ഏതെങ്കിലും രാജ്യത്തോ, ഏതെങ്കിലും ദേശത്തല്ല. ഭൂമുഖത്ത് ഈ ലോകത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യരുടെ മേൽ ഇത് നിബന്ധിക്കും. ഒരു കെണി പോലെ ഇത് നിബന്ധിക്കും. അപ്പൊ സംഭവിക്കാനിരിക്കുന്ന ഈ കൊടിയ തകർച്ചകളിൽ, വിനാശങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ കർത്താവ് തന്റെ ജനത്തോട് പറഞ്ഞു തന്ന വഴിയെന്താ? നിങ്ങൾ പ്രാർത്ഥനയിൽ ജാഗരൂകരാകുക. വാച്ച് ആൻഡ് പ്രേ. എൻ്റെ ജനമേ, നിങ്ങൾ പ്രാർത്ഥനയുടെ ആത്മാവിൽ ജീവിക്കുക. ഓ, എത്ര ശ്രേഷ്ഠമാണ് നമ്മുടെ കർത്താവിൻ്റെ വചനം. നമുക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് സഹോദരങ്ങളെ? ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിബന്ധിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച്, പ്രാർത്ഥനയിൽ ജാഗരൂകരായി കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന തൻ്റെ വിശ്വസ്തരായ കുടുംബങ്ങൾ, തൻ്റെ വിശ്വസ്തരായ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ, തന്നോട് വിശ്വസ്തത പുലർത്തുന്ന തൻ്റെ പ്രിയപ്പെട്ട ജീവിതങ്ങളെ കർത്താവ് എന്തു ചെയ്യും? ആ സമയത്ത് ഈ കൊടിയ തകർച്ചയുടെ വിനാശത്തിൻ്റെ നാളുകളിൽ ഭൂലോകത്ത് മുഴുവൻ ഈ വിനാശങ്ങൾ നിബന്ധിക്കുന്ന ആ ഒരു സമയത്ത് എല്ലാ ജനതകളിലും ഇത് വെളിപ്പെടുമെന്ന് പറയാം. ഇപ്പോൾ കോവിഡ് നമുക്കറിയാം, അതൊരു ദേശത്ത് മാത്രമല്ല, എല്ലാ ഇടങ്ങളിലും ലോകവ്യാപകമായി ആ പകർച്ചവ്യാധി ഉണ്ടായി. ഇതുപോലെയുള്ള പല പല പ്രതിസന്ധികളും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ ഭയപ്പെടേണ്ട സഹോദരങ്ങളെ. ഈ നാളുകളിൽ തന്നോട് വിശ്വസ്തത പുലർത്തുന്ന കുടുംബങ്ങളെയും കൂട്ടായ്മകളെയും ജീവിതങ്ങളെയും കർത്താവ് എന്ത് ചെയ്യുന്ന പറയുന്നത്? വെളിപാട് പുസ്തകം 3-ാം അധ്യായം 10-ാമത്തെ വചനത്തിലോട്ട് വരിക.
സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിലുണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ കണ്ടോ അവിനാശങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കും, ഞാൻ നിന്നെ സംരക്ഷിക്കും. തൻ്റെ വചനത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങളെ കർത്താവ് സംരക്ഷിക്കും. അപ്രകാരമുള്ള കൂട്ടായ്മകളെ കർത്താവ് സംരക്ഷിക്കും, ദേശങ്ങളെ സംരക്ഷിക്കും. തന്നോട് വിശ്വസ്തത പുലർത്തുന്ന സഭാ സമൂഹങ്ങളെ കർത്താവ് സംരക്ഷിക്കും. വചനം പറയുന്നു, ഭൂമുഖത്തുണ്ടാകാനിരിക്കുന്ന ആ കൊടിയ പരീക്ഷണങ്ങളുടെ തകർച്ചയുടെ നാളുകളിൽ ഞാൻ നിന്നെ സംരക്ഷിക്കും. കാരണം പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എൻ്റെ വചനം നീ കാത്തു, എൻ്റെ വചനം നീ അനുസരിച്ചു. ഹല്ലേലൂയ. ആരെല്ലാം വചനം അനുസരിക്കുന്നുവോ അവർക്കാണ് ഈ സംരക്ഷണ മുദ്രയുണ്ടാകുന്നത്. പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളാ വചനത്തിൽ വ്യാപരിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവര് ഒരു വചനം അനുസരിക്കും. യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങൾ, കപട പ്രാർത്ഥനയല്ല ഞാൻ പറയുന്നത്, കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് കാലത്തിന് പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങൾ, ഒരു വചനം മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാകും, വചനത്തിൽ ജീവിക്കുന്നവരാകും. അവരെ കർത്താവ് സംരക്ഷിക്കും. അങ്ങനെയുള്ള കുടുംബങ്ങളെ സംരക്ഷിക്കും, കുടുംബങ്ങളെ സംരക്ഷിക്കും. അങ്ങനെയുള്ള ദേശങ്ങളെ സംരക്ഷിക്കും കർത്താവ്. അപ്രകാരമുള്ള സമൂഹങ്ങളെ കർത്താവ് സംരക്ഷിക്കും. ഈ ലോകത്തോടൊപ്പം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുവാൻ അവരെ കർത്താവ് അനുവദിക്കില്ല. ഇരുകരങ്ങൾ ഉയർത്തി 3 പ്രാവശ്യം പ്രാർത്ഥനയുടെ ആത്മാവിൽ ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ ശ്രേഷ്ഠ വചനത്തിന്റെ പൊരുള് നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിതമാകാൻ, ഇത് കൃപയായ അഭിഷേകമായി നമ്മിൽ മുദ്ര ചെയ്യപ്പെടുവാൻ ആഗ്രഹിച്ച് കരമുയർത്തി വിളിക്കുന്ന യേശുവേ, ഹൃദയം തൊട്ട് വിളിച്ച് പ്രാർത്ഥിച്ചു, ആഗ്രഹത്തോടെ വിളിച്ച് കൃപ തരണം, കൃപ തരണം, കൃപ തരണം. കൃപ വേണം അപ്പ, കൃപ വേണം. നമുക്കൊന്നിച്ച് പാടാം. കൃപ വേണം, കൃപ വേണം അപ്പാ. പ്രാർത്ഥിക്കാനുള്ള കൃപ വേണം, വചനം ജീവിക്കുവാനുള്ള കൃപ വേണം, വിശ്വസ്തതയിൽ വ്യാപരിക്കാനുള്ള കൃപ വേണം, പരിശുദ്ധാത്മാവിൽ വളരാനുള്ള കൃപ വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള കൃപ വേണം, താഴ്മയോടെ ജീവിക്കാനുള്ള കൃപ വേണം. താഴ്മയോടെ ജീവിക്കാൻ, എളിമയോടെ ജീവിക്കാൻ കർത്താവേ കൃപ, കൃപ, കൃപ ചെയ്യണം. ആമേൻ, ആമേൻ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, യെസ് ലോർഡ്, കൃപയുടെ ഉടയവനേ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ. മക്കൾക്ക് കൃപ തരണമേ, പ്രാർത്ഥിക്കാനുള്ള കൃപ, കൃപ വേണമപ്പ, വചനം ജീവിക്കാനുള്ള കൃപ, വിശ്വാസത്തിൽ വ്യാപരിക്കാനുള്ള കൃപ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ ഈശോയെ, കൃപ, കൃപ. ഒരിക്കൽ കൂടെ കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. ആമേൻ. സഹോദരങ്ങളെ, പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന് മുൻപിലായിരിക്കാം, ദൈവത്തിന് മുൻപിലായിരിക്കാം. കർത്താവ് നമ്മൾ അറിയിക്കുകയാണ്, ഈ വിനാശങ്ങളുടെ നാളുകളിൽ ഞാൻ നിന്നെ സംരക്ഷിക്കും. സംരക്ഷിക്കുമോ കർത്താവ്? നമ്മളെ സംരക്ഷിക്കുമോ? ചിലർക്കൊരു സംശയമുള്ളതുപോലെ, ചിലർക്കൊരു ഉറപ്പ് കിട്ടുന്നില്ലല്ലോ. കർത്താവ് നമ്മളെ സംരക്ഷിക്കുമോ? നിശ്ചയമായും സംരക്ഷിക്കും. തൻ്റെ വചനങ്ങളോട് വിശ്വസ്തതയുള്ളവരാണ് നമ്മുടെ കർത്താവ്. അങ്ങനെ സംരക്ഷിച്ച ചരിത്രം ദൈവവചനത്തിലുണ്ട്, സഭാചരിത്രത്തിലുണ്ട്. നിങ്ങൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരിക. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 4-ാമത്തെ വചനം. നമുക്ക് ആ വചനങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കണം. ഇസ്രായേൽക്കാരുടെയും ഈജിപ്തുകാരുടെയും മൃഗങ്ങൾക്ക് തമ്മിൽ കർത്താവ് ഭേദം കൽപ്പിക്കും. ഇസ്രായേൽക്കാരുടേതിൽ ഒന്നുപോലും നശിക്കുകയില്ല. ഈജിപ്തുകാരുടെ മൃഗങ്ങളെല്ലാം ചത്തുപോകുമ്പോൾ തൻ്റെ ജനത്തിൻ്റെ മൃഗങ്ങളൊന്നും നശിച്ചു പോകാൻ കർത്താവ്, കാരണം കർത്താവ് ഒരു ഭേദം കൽപ്പിച്ചു, കർത്താവ് ഒരു അതിരിട്ടു, കർത്താവ് വേർതിരിക്കുകയാണ്. കണ്ടു, കർത്താവ് ഒരു വേർതിരിക്കുകയാണ് സഹോദരങ്ങളെ.
വേർതിരിവിന്റെ വേലി കർത്താവ് കെട്ടി. ഈജിപ്തുകാട് മൃഗങ്ങളെല്ലാം ചത്തുവീണപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ ഒരു മൃഗം പോലും ചത്തുപോയില്ല. കാരണം അവർക്ക് ആ ഡിവൈൻ പ്രൊട്ടക്ഷൻ, കർത്താവിന്റെ സംരക്ഷണം തൻ്റെ ജനത്തിന് മേലുണ്ടായിരുന്നു. വീണ്ടും പുറപ്പാട് പുസ്തകം 11-ാം അധ്യായം 7-ാം വചനം. ഞാൻ ഈ വചനം വായിച്ച് പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. 11:7 പറയാണ്, ഇസ്രായേൽക്കാർക്കോ അവരുടെ മൃഗങ്ങൾക്കെതിരെ ഒരു പട്ടി പോലും ശബ്ദിക്കില്ല. എൻ്റെ ദൈവമേ, കർത്താവ് പറയാ, ഒരു പട്ടി പോലും ശബ്ദിക്കില്ല. ഈജിപ്തുകാർക്കും ഇസ്രായേൽക്കാർക്കും തമ്മിൽ കർത്താവ് ഭേദം കൽപ്പിക്കുന്നുവെന്ന് അങ്ങനെ ഈ ലോകം, ഈ ജനം മനസ്സിലാക്കും. വീണ്ടും പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 25-ഉം 26-ഉം തിരുവചനങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കുക. അത് ഈജിപ്തിലെ വയലുകളിലുണ്ടായിരുന്ന മനുഷ്യരെയും മൃഗങ്ങളെയും എല്ലാം നശിപ്പിച്ചു. അവിടെയുണ്ടായിരുന്ന ചെടികളെയും വൻമരങ്ങളെയും നിശേഷം തകർത്തു കളഞ്ഞു. വലിയ കന്മഴ പെയ്ത് അതൊക്കെ പോവാണ്. എന്നാൽ ഇസ്രായേൽക്കാർ വസിച്ചിരുന്ന ഗോഷേനിൽ മാത്രം കന്മഴ പെയ്തില്ല. അവിടെ മാത്രം കന്മഴ പെയ്തില്ല. ലോകത്തിലുണ്ടാകാനിരിക്കുന്ന സകല ഭൂവാസികളെയും പരിശോധിക്കുവാൻ, ലോകത്തിലുണ്ടാകാനിരിക്കുന്ന വിനാശങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കും, ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും, എൻ്റെ കുടുംബങ്ങളെ ഞാൻ സംരക്ഷിക്കും, ഞാൻ തെരഞ്ഞെടുത്തവരെ ഞാൻ സംരക്ഷിക്കും, എൻ്റെ സമൂഹങ്ങളെ ഞാൻ സംരക്ഷിക്കും. ആരെല്ലാം വിശ്വസ്തയോടെ ജീവിക്കുന്നുവോ, പ്രാർത്ഥനയിൽ ജാഗരൂകരായി പ്രാർത്ഥനയുടെ ആത്മാവിൽ ആരെല്ലാം വളരുന്നുവോ, കർത്താവ് അവരെല്ലാം സംരക്ഷിക്കും. അതിന് തെളിവല്ലേ ഇത്? ഇത് വെറും കെട്ടുകഥയല്ലല്ലോ, ഇത് ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ്. സഹോദരങ്ങളെ, തൻ്റെ ജനത്തിനു വേണ്ടി കർത്താവ് പ്രവർത്തിച്ച ചരിത്രമാണിത്. ഇതുപോലെ ഈ നാളുകളിലും കർത്താവ് പ്രവർത്തിക്കും. ലോകത്തോടൊപ്പം നശിച്ചു പോകാൻ തന്നെ സ്നേഹിച്ചവരെയും തന്നോട് വിശ്വസ്തത പുലർത്തിയവരെയും കർത്താവ് അനുവദിക്കില്ല. സഹോദരങ്ങളെ, കർത്താവ് അനുവദിക്കില്ല. വീണ്ടും പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 22-23 വചനങ്ങളിൽ പരിശുദ്ധ വചനം പറയുന്നു, മോശ ആകാശത്തിലേക്ക് കൈ നീട്ടി ഈജിപ്ത് മുഴുവൻ 3 ദിവസത്തേക്ക് കൂരിരുട്ട് വ്യാപിച്ചു. 3 ദിവസത്തേക്ക് കൂരിരുട്ട് വ്യാപിച്ചു. അവർക്ക് പരസ്പരം കാണാനോ യഥേഷ്ടം നീങ്ങാനോ സാധിച്ചില്ല. എന്നാൽ ഇസ്രായേൽക്കാരുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഈജിപ്ത് മുഴുവൻ പരസ്പരം കാണാൻ പറ്റാത്ത വിധത്തിൽ കൂരിരുട്ട്. പല അഭിഷിക്തന്മാരും പല വിശുദ്ധരും സഭയുടെ പല മിസ്റ്റിക്സുകളും പ്രവചിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ പ്രത്യാഗമനത്തിന് മുൻപ് 3 ദിനം ഈ ലോകം മുഴുവൻ അന്ധകാരം വ്യാപിക്കും, കൂരിരുട്ടുണ്ടാകും. അതിന് തെളിവുണ്ട് പരിശുദ്ധ വചനത്തിൽ. ഈജിപ്തിൽ 3 ദിവസം കൂരിരുട്ട് പരസ്പരം കാണുവാൻ കഴിയാത്ത വിധം ആ വലിയ അന്ധകാരം ഈജിപ്തിന് മുഴുവൻ മൂടി. എന്നാൽ തൻ്റെ ജനം വസിച്ചിരുന്ന ഗോഷേൻ ദേശത്ത് വെളിച്ചമുണ്ടായിരുന്നു, അവിടെ അന്ധകാരമുണ്ടായിരുന്നില്ല. തൻ്റെ ജനത്തെ കർത്താവ് സംരക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? സഹോദരങ്ങളെ, മനസ്സിലാകുന്നുണ്ടോ? പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കണം. സംഭവിക്കാനിരിക്കുന്ന ഈ വിധ തകർച്ചകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുവാൻ കർത്താവ് പറഞ്ഞ ഏക വഴി വാച്ച് ആൻഡ് പ്രേ. എൻ്റെ ജനമേ, നിങ്ങൾ പ്രാർത്ഥനയിൽ ജാഗരൂകരാകുക. നിങ്ങൾ എന്നോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുക, എൻ്റെ വചനം ജീവിക്കുക. സഹോദരങ്ങളെ, ഇത്ര ശക്തമാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ടാണ് പത്രോസ്ലിക പറഞ്ഞത്, 2 പത്രോസ് 2-ാം അധ്യായം 9-ാമത്തെ വചനം, 2 Peter chapter 2 verse 9. അവിടെ 2 പത്രോസ് 1 പത്രോസല്ല 2 പത്രോസ് അവിടെ പറയാണ്, ദൈവഭയമുള്ളവരെ എങ്ങനെ പരീക്ഷകളിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന്, വിനാശങ്ങളിൽ നിന്ന് രക്ഷിക്കണമെന്ന് കർത്താവ് അറിയുന്നു. എന്താണ് കർത്താവ് അറിയുന്നത്? തൻ്റെ വിശ്വസ്തതയിൽ ആരെല്ലാം ജീവിക്കുന്നോ അവരെ എത്ര കൊടിയ പരീക്ഷണങ്ങളും തകർച്ചകളുമാകട്ടെ അതിൽ നിന്നെല്ലാം രക്ഷിക്കണമെന്ന് കർത്താവ് അറിയുന്നു. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ.
സകല ഭൂവാസികളെയും പരിശോധിക്കാൻ ലോകത്തിൽ ഉണ്ടാകുന്ന അത് എത്ര കൊടിയ പരീക്ഷണങ്ങളോ തകർച്ചകളാകട്ടെ, ആ നാളുകളിൽ തൻ്റെ പ്രിയപ്പെട്ടവരെ, തന്നെ സ്നേഹിക്കുന്നവരെ, തന്നോട് വിശ്വസ്തത പുലർത്തുന്നവരെ, തൻ്റെ വചനം അനുസരിക്കുന്നവരെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് കർത്താവിനറിയാം സഹോദരങ്ങളെ. ആ കർത്താവിന് നന്ദിയോട് ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഈ വിധം നമ്മെ കരുതുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, വിശ്വസ്തത പുലർത്തുന്ന നമ്മുടെ കർത്താവ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനയിൽ ജാഗരൂകരാകേണ്ടത്? സംഭവിക്കാനിരിക്കുന്ന ഈ കൊടിയ തകർച്ചകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ, തലമുറ സംരക്ഷിക്കപ്പെടുവാൻ, നമ്മുടെ കൂട്ടായ്മ സംരക്ഷിക്കപ്പെടാൻ, നമ്മുടെ സഭാ സമൂഹങ്ങൾ സംരക്ഷിക്കപ്പെടാൻ കർത്താവ് പറഞ്ഞു, വാച്ച് ആൻഡ് പ്രേ, പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുക. എൻ്റെ സഹോദരങ്ങൾ, ഇത് തള്ളിക്കളയരുത്. നമ്മൾ നിസ്സാരമായി ലാഘവമായി കർത്താവിൻ്റെ ഈ പരിശുദ്ധ വചനങ്ങളെ കാണരുത്. ഈ നാളുകളിൽ ഇതിൻ്റെ അർത്ഥവും കർത്താവ് നൽകിയ വചനത്തിൻ്റെ പ്രാധാന്യതയും തിരിച്ചറിഞ്ഞ് ഈ വചനം ജീവിക്കുന്നതിൽ നമ്മൾ ശുഷ്കാന്തിയുള്ളവരാകണം, ഉത്സാഹികളാകണം. പ്രാർത്ഥനയുടെ ആത്മാവിൽ നമ്മൾ ജീവിക്കണം. രണ്ടാമത് കർത്താവ് പറഞ്ഞു, എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനയിൽ ജാഗരൂകരാകേണ്ടത്? മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽക്കുവാനുള്ള ആ കരുത്ത് ലഭിക്കാൻ, നമുക്ക് ആത്മധൈര്യമുണ്ടാകാൻ. കർത്താവിന്റെ ന്യായാസനത്തിന് മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ, ഞാൻ പറഞ്ഞത് അത്ര ഈസി അല്ല സഹോദരങ്ങളെ. കർത്താവിൻ്റെ മുൻപിൽ നമുക്ക് നിൽക്കുവാനുള്ള ആ കോൺഫിഡൻസ്, ആ കരുത്തും ധൈര്യവും നമുക്ക് തരുന്നത് കർത്താവിനോട് ചേർന്നുള്ള നമ്മുടെ ജീവിതം. പ്രാർത്ഥന എന്ന് പറയുന്നത് കർത്താവുമായിട്ടുള്ള ബന്ധമാണ്, ഇൻറ്റിമസിയാണ്. യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്, താൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം 2-ാം അധ്യായം 28-ാമത്തെ തിരുവചനം, 1 ജോൺ 2:28. കുഞ്ഞുമക്കളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ആത്മധൈര്യം ഉണ്ടായിരിക്കാനും അവൻ്റെ മുൻപിൽ ലജ്ജിക്കാതിരിക്കാനും വേണ്ടി അവനിൽ വസിക്കുവിൻ. കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ആത്മധൈര്യം തരുന്നത് എന്താണ്? നമ്മുടെ പ്രാർത്ഥനാ ജീവിതം. നമ്മൾ എന്തുമാത്രം പ്രാർത്ഥനയുടെ ആത്മാവിൽ വ്യാപരിച്ചു, കർത്താവിനോട് എന്തുമാത്രം വിശ്വസ്തരായി, അവൻ്റെ വചനം നമ്മൾ എവിടെയെല്ലാം പ്രമാണിച്ചു. അതിൻ്റെ വെളിച്ചത്തിലാണ് നമുക്ക് നിൽക്കുവാനുള്ള കോൺഫിഡൻസ് ഉണ്ടാകുന്നത്. നമ്മൾ ചില സദസ്സിലേക്ക്, ചില ഗ്രൂപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് തന്നെ ചില ചളിപ്പ് തോന്നാറില്ലേ? നമുക്ക് തന്നെ ഒരു ചളിപ്പ്, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയാൽ മതി. കാരണം നമുക്ക് ആ ഗ്രൂപ്പിനോട് നമുക്ക് ഐക്യപ്പെടാൻ പറ്റുന്നില്ല. നമ്മളെക്കാൾ വലിയ ഹയർ ലെവലുള്ള അങ്ങനെയുള്ള ചില വ്യക്തികൾ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണ്. നമുക്ക് തന്നെ ഒരു എന്താ പറയുക, നമ്മുടെ കുറവ് മനസ്സിലാക്കാൻ പറ്റുക. എൻ്റെ സഹോദരങ്ങളെ, ഇതുപോലെ കർത്താവിൻ്റെ മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ആത്മധൈര്യം തരുന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതമാണ്. മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽക്കാനുള്ള കരുത്ത് ലഭിക്കാൻ എന്ത് ചെയ്യാനാണ് ഈശോ ആവശ്യപ്പെട്ടത്? സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുക. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ആമേൻ. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബങ്ങൾ പ്രാർത്ഥനയുടെ കുടുംബങ്ങളാകട്ടെ. പ്രാർത്ഥനയുടെ ആത്മാവ് നമ്മുടെ കുടുംബങ്ങളെ നിയന്ത്രിക്കട്ടെ. പ്രാർത്ഥനയുടെ ചൈതന്യം നഷ്ടപ്പെട്ടു പോയി കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. ഈ സമയം ആ കുടുംബങ്ങളെ ആത്മാവ് വിമോചിപ്പിക്കട്ടെ. തന്റെ സാന്നിധ്യത്താൽ ആ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. തന്റെ വചനത്താൽ ആ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവേ, പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ സഭയിൽ ഉണരട്ടെ. പ്രാർത്ഥിക്കുന്ന വ്യക്തികള്, പ്രാർത്ഥിക്കുന്ന സമർപ്പിതർ, പ്രാർത്ഥിക്കുന്ന ദമ്പതിമാര്, പ്രാർത്ഥിക്കുന്ന വൈദികര് സഭയിൽ ഉണരട്ടെ. സഭ മുഴുവൻ പ്രാർത്ഥനയുടെ ആത്മാവിൽ നവീകരിക്കപ്പെടട്ടെ. ലോകം മുഴുവൻ പ്രാർത്ഥനയുടെ ആത്മാവിന്റെ വ്യാപനം ഉണ്ടാകട്ടെ. സ്പിരിറ്റ് ഓഫ് പ്രയർ മൂവ്. ആഗ്രഹത്തോടെ വിളിച്ചു പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ വരണമേ, പ്രാർത്ഥനയുടെ ആത്മാവായി വരണമേ, ഞങ്ങളെ ജ്വലിപ്പിക്കണമേ, ഞങ്ങളെ തീപിടിപ്പിക്കണമേ, ഞങ്ങൾ ഉണർത്തണമേ.
ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഞങ്ങൾ അലസത മാറ്റും, ഞങ്ങൾ അനാസ്ഥയെ നീക്കം ചെയ്യണമേ കർത്താവ്. ഞങ്ങൾ ഉദാസീനതയുടെ ആ മുഖങ്ങൾ ഒടിച്ചു കളയണമേ. ഞങ്ങളെ തീഷ്ണതയുള്ളവരാക്കണമേ, ഉണർവുള്ളവരാക്കണമേ, ഞങ്ങൾ തീയുള്ളവരാക്കണമേ. കരമുയർത്തി വിളി യേശുവേ. ഈശോ, ഈശോ, ഈശോ. പ്രാർത്ഥനയുടെ ആത്മാവ്, പ്രാർത്ഥനയുടെ കൃപ ഒഴുകട്ടെ. ഞങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. ലോകത്തിലുണ്ടാകാനിരിക്കുന്ന വിനാശങ്ങളുടെ നാളുകളിൽ ഞങ്ങളുടെ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ, ഞങ്ങളുടെ മക്കൾ സംരക്ഷിക്കപ്പെടട്ടെ, ഞങ്ങളുടെ തലമുറകൾ സംരക്ഷിക്കപ്പെടട്ടെ, ഞങ്ങളുടെ സഭ സംരക്ഷിക്കപ്പെടട്ടെ, ഞങ്ങളുടെ കൂട്ടായ്മകൾ സംരക്ഷിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കൃപ ഒഴുക്കണമേ, ഒഴുക്കണമേ, അഭിഷേകം ചെയ്യണമേ. പൈശാചിക തിരിച്ചടികളിൽ നിന്ന്, ലോകമോഹങ്ങളിൽ നിന്ന്, അന്ധകാരത്തിന്റെ ആധിപത്യങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്ന, സ്തുതിക്കുന്ന, സ്തുതിക്കുന്ന പരിശുദ്ധാത്മാവേ, സ്തുതിക്കുന്ന പരിശുദ്ധാത്മാവേ. കരമടിച്ച്, കരമടിച്ച്, ശക്തിയോടെ നന്നായി കൈയടിച്ച്, 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 ശക്തിയോടെ കരങ്ങളടിച്ച്, കരമടിച്ച്, കരമടിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഉണർത്തണമേ. കരമടിച്ച്, എല്ലാവരും കരമടിച്ച് ശക്തിയോടെ പാടി പാടി പ്രാർത്ഥിക്കും. പ്രാർത്ഥനയുടെ ആത്മാവിൽ ദൈവജനം നിറയട്ടെ. പ്രാർത്ഥനയുടെ ആത്മാവിൽ നമ്മൾ മുദ്ര ചെയ്യപ്പെടട്ടെ. കർത്താവേ, കൃപ ചെയ്യണം. കരമടിച്ച് എല്ലാവരും ഒന്നിച്ച് ഒന്നിച്ച് ഒരു കുടുംബമായി കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ ആത്മാവേ സഹായിക്കണം, ആത്മാവേ സഹായിക്കണം. പിന്മഴയെ വീണ്ടും അയക്കണമേ, നിഞ്ജനമുണർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ, നിഞ്ജനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പ്രാർത്ഥിക്കാനുള്ള ശക്തി, സഹിക്കുവാനുള്ള ശക്തി, വചനം ജീവിക്കുവാനുള്ള ശക്തി. പരിശുദ്ധാത്മാവേ കൃപകൾ ചൊരിയണമേ. ഹോളി സ്പിരിറ്റ്, anoint us, anoint us. ആമേൻ, ആമേൻ, ആമേൻ. അഭിഷേകം നൽകണമേ. എല്ലാ കുടുംബങ്ങളിലേക്കും, സഭ മുഴുവനിലേക്കും, ദേശദേശാന്തരങ്ങളിൽ, ലോകരാജ്യങ്ങളിലേക്ക്, എല്ലാ ജനപദങ്ങളിലേക്കും. ആമേൻ. കരമുയർത്തി ഒന്നിച്ച് വിളിക്കുന്ന യേശുവേ, ജീസസ്, ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവരെയും അഭിഷേകം ചെയ്യണമേ. സകല ജനപദങ്ങളെയും അഭിഷേകം ചെയ്യണം. എല്ലാ തെരഞ്ഞെടുക്കപ്പെട്ടവരെയും അഭിഷേകം ചെയ്യണം. സഭ മുഴുവനെയും ഉണർത്തണമേ, ഉണർത്തണമേ. ആത്മീയ ഉറക്കത്തിൽ നിന്ന് സഭയെ ഉണർത്തണമേ, സഭയെ ഉണർത്തണമേ, സഭയെ ഉണർത്തണമേ. ആമേൻ, 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 ആമേൻ. നമുക്ക് ശാന്തമായി ദൈവസന്നിധിയിൽ അല്പസമയം കൂടി നമുക്കിരിക്കാം, അല്പസമയം കൂടി ഇരിക്കാം. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമുക്ക് ധൈര്യം നൽകുന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതമാണ്, കർത്താവുമായിട്ട് നമ്മുടെ ബന്ധമാണ്. യെസ്, പൗലോസ് പറഞ്ഞില്ലേ 2 കൊരിന്തോസ് 5:10, നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ വരണം. നാം എല്ലാവരും ഒരാൾക്ക് പോലും ഒഴി കഴിവില്ല. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ വരണമെന്ന് കർത്താവ് നമ്മളെ അറിയിക്കുകയാണ് സഹോദരൻ. കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ധൈര്യം തരുന്നത് പ്രാർത്ഥന ജീവിതമാണ്, കർത്താവുമായിട്ടുള്ള ബന്ധമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു, എണ്ണയില്ലാത്ത വിളക്കുകൾ കെട്ടുപോയി. ഒരു ദിവസം കൊണ്ടല്ല നമ്മൾ പ്രാർത്ഥനാ ജീവിതത്തിൽ വളരുന്നത്, അല്പനേരം കൊണ്ടല്ല നമ്മൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുന്നത്.
ഞാൻ പറഞ്ഞതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. നമുക്കറിയാം അതൊരു ദിവസം കൊണ്ട്, 2 ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട് സാധ്യമല്ല. നമ്മുടെ ജീവിതം മുഴുവൻ അതിനായി നമ്മൾ ആഗ്രഹിക്കുകയും നമ്മുടെ ജീവിതത്തെ അപ്രകാരം ക്രമപ്പെടുത്തുകയും വേണം. എൻ്റെ സഹോദരങ്ങളെ, ഇത് എണ്ണ നിറയ്ക്കേണ്ട സമയമാണ്, എണ്ണ കരുതേണ്ട സമയം. എണ്ണയില്ലാതെ പോകരുത്. കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമ്മുടെ വിളക്കുകൾ കത്തി ജ്വലിച്ച് നിൽക്കണം. നമ്മുടെ വിളക്കുകൾ കത്തി പ്രകാശിക്കണമെങ്കിൽ കൃത്യമായൊരു പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ കർത്താവുമായിട്ടുള്ള വ്യക്തിബന്ധം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. ഇല്ലാത്ത വിളക്കുകളെല്ലാം അണഞ്ഞു പോകും, അവരെല്ലാം പുറത്ത് എന്ന് നാം തിരുവചനത്തിൽ കണ്ടു. പൗലോസ് വീണ്ടും പറഞ്ഞു, റോമർ 12:2, നിങ്ങൾ ലോകത്തോട് അനുരൂപരാകരുത്. ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ അനുസരിച്ച് നമ്മൾ ഇന്നലെ വചനത്തിൽ നിന്ന് ധ്യാനിച്ചതാണ്. സുഖലോലുപതയിലും വിവിധങ്ങളായ ആസക്തികളിലും കലുഷിതമായൊരു ജീവിതമല്ല നമ്മുടെ ജീവിതം. നമ്മൾ പരിശുദ്ധാത്മാവുള്ളവരാണ്, ആത്മാവിൻ്റെ മുദ്രയുള്ളവരാണ്. നമ്മൾ ദൈവവചനത്തിൻ്റെ ജീവിതങ്ങളാണ്. കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ് നമ്മുടെ ജീവിതം. നമ്മൾ ആത്മാവിൽ ജീവിക്കണം, വചനത്തിൽ ജീവിക്കണം, ലോകത്തോട് അനുരൂപരാകരുത്. അതിനാൽ വീണ്ടും ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മൾ എന്തു ചെയ്യണം? നമ്മുടെ ഉത്തരവാദിത്വം എന്താ? പൗലോസ്ലീഹ തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ തിരുവചനം, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. എല്ലാവരും ഒന്നിച്ച വചനം ഏറ്റുപറഞ്ഞേ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. ഒരിക്കൽ കൂടെ പറഞ്ഞു, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. നമ്മളെപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ജോലികൾ ചെയ്യുമ്പോഴും എല്ലാം നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു പ്രാർത്ഥനയുടെ ആത്മാവ്, യെസ്, അതാണ് ആത്മാവിലുള്ള പ്രാർത്ഥനയുടെ ആത്മാവിലുള്ള ജീവിതം. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യസാധ്യതയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരാണോ? നമ്മൾ ഒരു പ്രത്യേക നേരം, കാലം, സമയമൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാനുണ്ട്. അത് വളരെ നല്ലതാണ്. പ്രത്യേക നേരം, ചില സമയങ്ങൾ, നമുക്ക് അനുഷ്ഠിക്കപ്പെട്ട ചില സമയങ്ങളും നേരങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് നമ്മൾ നിശ്ചയമായും പ്രാർത്ഥിക്കണം. പക്ഷെ അപ്പോൾ മാത്രം പോരാ. നമ്മൾ ഏത് ജോലി ചെയ്യുമ്പോഴും, നമ്മൾ എവിടെ വ്യാപരിക്കുമ്പോഴും, എവിടെ നിൽക്കുമ്പോഴും, നമ്മൾ എന്താണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, അതിൻ്റെയൊക്കെ നടുവിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റും. ഇടവിടാതെ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കും. പരിശുദ്ധാത്മ സഹായിക്കും. പൗലോസ്ലീഹ വീണ്ടും പറയുന്നു, കൊളോസ്യർക്കാർക്ക് ഇത് ലേഖനം 4-ാം അധ്യായം 2-ാമത്തെ തിരുവചനം 4:2, കൃതജ്ഞതാഭരിതരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുവിൻ. നിരന്തരം പ്രാർത്ഥിക്കുവിൻ. ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുവിൻ. നിരന്തരം പ്രാർത്ഥിക്കണം. ഉണർവോടെ ഉറക്കം തൂങ്ങിക്കൊണ്ടല്ല, അടുത്തു പോയിട്ടല്ല, ക്ഷീണിച്ച് അവശരായി നമ്മൾ ഉദാസീനതയോടെ, അലസതയോടെയല്ല പ്രാർത്ഥിക്കണം. ഉണർവോടെ പ്രാർത്ഥിക്കണം, ആനന്ദത്തോടെ പ്രാർത്ഥിക്കണം. നിരന്തരം പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളായി മാറണം. അപ്രകാരമുള്ള ആ വിളക്ക് കത്തി ജ്വലിക്കും. മണവാളനെ എതിരേൽക്കുവാൻ നിൽക്കുമ്പോൾ ആ വിളക്കുകൾ അണഞ്ഞു പോവില്ല, അത് കത്തി ജ്വലിക്കും. ഈശോ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ ജാഗരൂകരാകണം. വാച്ച് ആൻഡ് പ്രേ. എൻ്റെ മുൻപിൽ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള കരുത്ത് തരുന്നത് ഈ ഒരു റിലേഷൻഷിപ്പാണ്, ഈശോയുമായിട്ടുള്ള ബന്ധം. അതാണ് പ്രാർത്ഥനാ ജീവിതം. 3-ാമത് നിങ്ങൾ ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, പ്രാർത്ഥനയിൽ ജാഗരൂകരാകാൻ പറഞ്ഞതിൻ്റെ 3-ാമത്തെ കാരണം, പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ഈശോ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥനയിൽ ജാഗരൂകരാകണം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 41-ാമത്തെ തിരുവചനം, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ വളരെ ഗൗരവത്തോടെ ഈ വചനം കാണണം. ഇന്ന് പിശാച് നമ്മുടെ ആത്മാക്കൾക്ക് നാശം വരുത്താൻ പലവിധത്തിലുള്ള ചതിക്കുഴികൾ, വഞ്ചനയുടെ പ്രവൃത്തികളെല്ലാം ഇന്ന് ലോകം മുഴുവൻ നിറച്ചിരിക്കുകയാണ്. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് വിശുദ്ധി, ഏതാണ് അശുദ്ധി എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അന്ധകാരത്തിൻ്റെ പുതപ്പ് കൊണ്ട് ഈ ലോകം മുഴുവനെയും പിശാച് പുതപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ തിന്മയുടെ പ്രവൃത്തികൾ തിരിച്ചറിയാൻ പരിശുദ്ധ ജ്ഞാനം നമുക്ക് വേണം. തെളിഞ്ഞ ജ്ഞാനം നമുക്ക് ആവശ്യമാണ് സഹോദരങ്ങളെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം,
വെളിപാട് 12 കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച്ച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി, അരിശം കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. സാത്താന് താൽക്കാലികമായി അധികാരം അനുവദിക്കപ്പെട്ട നാളുകൾ. അതുകൊണ്ടാണ് ഈ ലോകം ഇന്ന് ഇത്രമാത്രം മ്ലേച്ഛതയിലും അരാജകത്വത്തിലും തിന്മയിലും അക്രമത്തിലും എല്ലാവിധ ദുഷിപ്പിലും നിറഞ്ഞിരിക്കുന്നതിന് കാരണം ഇത് പിശാച്ച് അവന് അനുവദിക്കപ്പെട്ട നാളുകളാണ്. എൻ്റെ സഹോദരങ്ങൾ, അത് കണ്ട് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ ഒരു നാളുകളിൽ കർത്താവ് താൻ തെരഞ്ഞെടുത്ത ഒരു സമൂഹത്തെ വിവിധ ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ തൻ്റെ സഭയിൽ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. തൻ്റെ വിശ്വസ്തരായ ആത്മാക്കൾ, ഇസ് എ റെമനന്റ്, കൃപയിൽ ഉള്ള അവശിഷ്ട ഭാഗം. നമ്മൾ മനസ്സിലാക്കണം, പിശാച് വെറിപൂണ്ട് കുടുംബങ്ങളെ നശിപ്പിക്കാൻ, സഭയെ തകർക്കാൻ, തെരഞ്ഞെടുക്കപ്പെട്ടവരെ കൃപയിൽ വീഴ്ത്തിക്കളയാൻ, നമ്മുടെ ആത്മാക്കളെ അശുദ്ധമാക്കാൻ, മലിനപ്പെടുത്തുവാൻ ശക്തിയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ കർത്താവ് പറഞ്ഞു, അവന്റെ പ്രലോഭനങ്ങളിൽ നിന്നും അവൻ ഒരുക്കുന്ന കെണികളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുവാൻ, നമ്മളതിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ, ആ കെണികളിൽ നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ കർത്താവ് പറഞ്ഞത് എന്താ? നിങ്ങൾ പ്രാർത്ഥനയിൽ ഉണർവുള്ളവരാകണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആ സ്പിരിച്വൽ പവർ, ആത്മീയ കരുത്ത് നമുക്ക് ലഭിക്കും. ഇന്ന് പിശാച് ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വെളിപാട് പുസ്തകം 12:17 പറയുന്നു, ദൈവകൽപ്പനകളെ കാക്കുന്നവരും യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് കൊണ്ട്, ആ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. കൃപയിൽ ശേഷിക്കുന്ന ആ അവശിഷ്ട ഭാഗത്തെ മലിനപ്പെടുത്തുവാൻ, നശിപ്പിക്കുവാൻ ഇന്ന് പിശാച് ഘോര യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. കൃപയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആ ശേഷിപ്പിനെ തകർക്കാൻ. അതാണ് റെമനൻ, കർത്താവിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട അവശിഷ്ട ഭാഗമെന്ന് പറയുന്നത്. രക്ഷാകര ചരിത്രത്തിൽ എല്ലാ നാളുകളിലും ഇതുപോലൊരു ശേഷിപ്പുണ്ടായിരുന്ന കർത്താവിന്, അവരിലൂടെയാണ് തൻ്റെ സഭയിലെ ലോകത്തിലും കർത്താവ് എന്നും പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കണം, ശേഷിച്ചിരിക്കുന്നവയെ നശിപ്പിക്കുവാൻ അത് യുദ്ധം ചെയ്യുകയാണ്. എന്താണ് അവരുടെ പ്രത്യേകത? അവർ ദൈവത്തിൻ്റെ കൽപ്പനകൾ കാക്കുന്നവരാണ്, അവർ യേശു ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്നവരാണ്. അവരാണ് ഈ ശേഷിപ്പ് എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുക്കപ്പെട്ട അവശിഷ്ട ഭാഗം എന്ന് പറയുന്നത്. തൻ്റെ വിശ്വസ്തരായ ആത്മാക്കൾ, അവരെയാണ് ഇന്ന് പിശാച് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വന്യവൈദികർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി, നമ്മുടെ അൽമായ പ്രേക്ഷിതർക്ക് വേണ്ടി കർത്താവ് തൻ്റെ കൃപയാൽ വിളിച്ച് മുദ്ര ചെയ്ത ഓരോ ജീവിതത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ കരങ്ങൾ വിരിച്ച് നിലവിളിയോടെ നമ്മൾ പ്രാർത്ഥിക്കണം. ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കണം, അവരുടെ കാലുകൾ കുടുക്കിൽപ്പെടാതിരിക്കാൻ, ഈ കെണികളിൽ അകപ്പെട്ട് അവർക്ക് ആത്മനാശം സംഭവിക്കാതിരിക്കാൻ നമ്മുടെ പ്രാർത്ഥനകൾ അപ്രകാരമുള്ള ജീവിതങ്ങൾക്ക് കരുത്തു പകരണം. പ്രാർത്ഥിച്ചവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഉത്തരവാദിത്ത സഹോദരങ്ങളെ. അല്ലെങ്കിൽ പലരും പ്രലോഭനങ്ങളിൽ അകപ്പെട്ട് അവർ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്, വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്ന ആ ശേഷിപ്പിനെ ഇല്ലാതാക്കാനാണ് ഇപ്പൊ പിശാച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർവോടെ പ്രാർത്ഥിക്കുക, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ചിന്തിക്കുക, ഈ പ്രാർത്ഥനയ്ക്ക് എന്തുമാത്രം പ്രാധാന്യം കർത്താവ് കൊടുക്കുന്നത്. കർത്താവിൻ്റെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയായിരുന്നു. ദൈവമായിരുന്ന, സാക്ഷാൽ ദൈവപുത്രനായിരുന്ന ഈശോയ്ക്ക് ഇത്രയും പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ സഹോദരങ്ങളുണ്ടോ? കർത്താവ് നമ്മുടെ ജീവിതം നമുക്ക് കാണിച്ചു തരികയാണ്. അതിലൂടെയാണ് സ്പിരിച്വൽ പവർ ഉള്ളത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 13-ാം വചനത്തിൽ 1:13, ലൂക്ക 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വചനങ്ങളിൽ നമുക്ക് അത് നിങ്ങളത് പിന്നീട് നിങ്ങൾക്കൊരു ഹോംവർക്ക് തരും. അടുത്തൊരു ഹോംവർക്കാണ്. ലൂക്ക 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ വായിക്കണം. 40 ദിനരാത്രങ്ങൾ കർത്താവ് പ്രാർത്ഥനയിൽ ഉപവാസത്തിലുമായിരുന്നു. ആ മരുഭൂമിയിൽ
40 ദിനരാത്രങ്ങൾ കർത്താവ് പ്രാർത്ഥിച്ചുപവസിച്ചു. 40 ദിനങ്ങൾ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ലൂക്കാ 4:14. യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തിയോട്, സ്പിരിച്വൽ പവർ, ആത്മശക്തിയോടെ ഈ ആത്മശക്തി പ്രാപിക്കുകയാണ്. കേട്ടോ, പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിൽ ആത്മശക്തി ഉണ്ടാകും, സ്പിരിച്വൽ പവർ ഉണ്ടാകും. ഈ പവറാണ് പ്രലോഭനങ്ങൾ അതിജീവിച്ച് കൃപയോടെ ജീവിക്കുവാനുള്ള കരുത്ത് എനിക്കും നിങ്ങൾക്കും നൽകുന്നത്. ആമേൻ പറഞ്ഞേ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തിയോടെ ആ സ്പിരിച്വൽ പവറിൽ കർത്താവ് ജീവിക്കുകയാണ്. ഈ ശക്തിയോടെയാണ് കർത്താവ് രോഗികളെ സുഖപ്പെടുത്തിയത്, അത്ഭുതങ്ങൾ ചെയ്തത്, അനേകരെ മനസ്സാന്തരത്തിലേക്ക് നയിച്ചത്, അനേകം മക്കൾക്ക് ആശ്വാസം കൊടുത്തത്. ഈ ആത്മാവിൻ്റെ ശക്തിയിലാണ് സഹോദരൻ. ഇതില്ലെങ്കിൽ നമ്മൾ വീണു പോകും. ഈ ആത്മശക്തി നമ്മൾ പ്രാപിക്കുന്നത് പ്രാർത്ഥനയിൽ. അതുകൊണ്ട് ഈശോ പറഞ്ഞത്, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കിൻ, നിങ്ങൾ പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സംരക്ഷിക്കപ്പെടും. കർത്താവ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. പിശാചിൻ്റെ ചതികൾ നമുക്ക് മനസ്സിലാക്കാനുള്ള ആ ജ്ഞാനം നമ്മളിൽ വെളിപ്പെടും. വേർഡ് ഓഫ് ഗോഡ്, കർത്താവിൻ്റെ വചനം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ പാദത്തിന് വിളക്കാകും, പാതയിൽ പ്രകാശമായി ദൈവത്തിൻ്റെ വചനം നമുക്ക് മുന്നമേ പോയിക്കൊണ്ടിരിക്കും. ഹോളി സ്പിരിറ്റ് നമ്മളെ ചേർത്ത് പിടിക്കും. പരിശുദ്ധാത്മ നമുക്ക് വേണ്ടി പൊരുതും. അപ്രകാരം പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിൽ കർത്താവ് എന്ത് ചെയ്യുന്ന പറയുന്നത്? 1 സാമുവേൽ 2:9, സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 2:9, തൻ്റെ വിശ്വസ്തരുടെ പാദങ്ങളെ അവിടുന്ന് കാക്കുന്നു. തൻ്റെ വിശ്വസ്തരുടെ പാദങ്ങളെ കർത്താവ് കാക്കുന്നു. അവിടെ പാദങ്ങൾ കുടിക്കിൽപ്പെടുവാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കുകയില്ല. നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് കാക്കും. പിശാചിന്റെ കുടിക്കിൽപ്പെട്ട് നമ്മുടെ കുടുംബങ്ങൾ നശിച്ചു പോകാൻ കർത്താവ് അനുവദിക്കുകയില്ല. നമ്മുടെ ജീവിതങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. 2020 ഏപ്രിൽ മാസം 26-ാം തീയതി ഞാൻ എൻ്റെ പേഴ്സണൽ ചാപ്പലിൽ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ഏകദേശം 6 വർഷം മുൻപ് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ഒരു വചനം ഉണ്ടായിരുന്നു. ഞാൻ ഈ 6 വർഷമായ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ, ബന്ധങ്ങളിലെല്ലാം ഞാനത് കണ്ടുകൊണ്ടിരിക്കുക. പിശാച് പല വിധത്തിലും പല വലകളും കെണികളും ചതികളും ഒക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും വിരിക്കുന്നുണ്ട്. അവൻ വലവിരിക്കും നമ്മളെ കെണിയിൽപ്പെടുത്താനായി, കുടുക്കിക്കളയാനായിട്ട്. കർത്താവ് അന്ന് എന്നോട് പറഞ്ഞു, സുഭാഷിത പുസ്തകം 3:26 വചനം. നിങ്ങൾ ഉച്ചത്തിൽ ശ്രദ്ധയോടെ വചനം വായിച്ച്, കർത്താവ് നിന്റെ ആശ്രയമായിരിക്കും, നിന്റെ കാൽ കുടുക്കിൽപ്പെടാതെ അവിടുന്ന് കാത്തുകൊള്ളും. നിന്റെ കാൽ കുടുക്കിൽപ്പെടാതെ കർത്താവ് നിന്നെ കാത്തുകൊള്ളും. ആമേൻ. നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് കാത്തുകൊള്ളും. പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളെ കർത്താവ് കാത്തും. അവരുടെ കാലുകൾ കുടുക്കിൽപ്പെടുവാൻ, പിശാചുരുക്കുന്ന പ്രലോഭനങ്ങളുടെ കുഴിയിൽ വീണ് അവർക്ക് ആത്മനാശം സംഭവിക്കാൻ കർത്താവ് അനുവദിക്കില്ല. കർത്താവ് അവരുടെ പാദങ്ങളെ കാക്കും. കുടിക്കിൽപ്പെടാതെ കർത്താവ് അവരെ പരിപാലിക്കുമെന്ന് ദൈവത്തിന്. വേടന്റെ കെണിയിൽ നിന്നും, മാരകമായ മഹാമാരിയിൽ നിന്നും അവിടുന്ന് നിന്നെ രക്ഷിക്കും. വേടന്റെ കെണികളിൽ നിന്നൊക്കെ രക്ഷിക്കും നമ്മളെ. പ്രാർത്ഥനയിൽ ജാഗരൂകരാകണം. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ നമുക്ക് പ്രാർത്ഥന വേണം. കർത്താവിനെ എതിരേൽക്കുവാൻ അവൻ്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ വിളക്കുകൾ കെട്ടുപോകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥന കർത്താവുമായിട്ടുള്ള ബന്ധമാണ്, ഇൻറ്റിമസിയാണ്. വ്യക്തിപരമായി ധാരാളം പ്രാർത്ഥിക്കുന്നു. കുടുംബ പ്രാർത്ഥന ഒരിക്കലും മുടക്കുക. കുടുംബമായി പ്രാർത്ഥിക്കണം, സമൂഹമായി പ്രാർത്ഥിക്കണം, നമ്മൾ സഭയായി പ്രാർത്ഥിക്കണം. പരിശുദ്ധ കുർബാനയിലും സഭയുടെ പ്രാർത്ഥനകളിലെല്ലാം നമ്മൾ ഭക്തിപൂർവം നമ്മുടെ ഇടവക സമൂഹങ്ങളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ പങ്കെടുക്കണം. കാലത്തിന് പ്രത്യേകത മനസ്സിലാക്കുവാൻ, പ്രാർത്ഥനയിൽ ജാഗരൂകരായി കൃപയോടെ ജീവിക്കാൻ നമുക്ക് ശുഷ്കാന്തിയുള്ളവരാകാം. ഈ പരിശുദ്ധ വചനങ്ങളാൽ പരിശുദ്ധാത്മ നിങ്ങളെ അനുഗ്രഹിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയിലേക്ക് വളരുവാൻ
നമ്മെ സഹായിക്കുന്നൊരു ശുശ്രൂഷ ഞാൻ നിങ്ങൾ പറയുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ അത് പറഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർ ആ ശുശ്രൂഷയിലേക്ക് വരണം. നമുക്ക് ഈ അഭിഷേകം പ്രാപിക്കണ്ടേ? നമ്മളിങ്ങനെ പോയാൽ മതിയോ? അതുകൊണ്ട് തിരക്കുകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും നിങ്ങൾ ആ തിരക്കുകളും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിവെച്ച് ഈ 3 ദിവസങ്ങൾ പുരിങ്ങോട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ടീം ഷെക്കേന നടത്തുന്ന പ്രയർ സ്റ്റോം, പേര് തന്നെ അതാണ്, പ്രാർത്ഥനയുടെ കൊടുങ്കാറ്റ്. ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഏവരും വരുവാൻ താല്പര്യപൂർവ്വം നിങ്ങൾ ക്ഷണിക്കുകയാണ്. നമ്മൾ ഉപേക്ഷ കാണിക്കരുത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇതുപോലെയുള്ള ചില ശുശ്രൂഷകളൊക്കെ പങ്കെടുക്കണം. നമ്മളിലുള്ള ആത്മശക്തി വർദ്ധിക്കാൻ, കൃപ വർദ്ധിക്കാൻ, അഭിഷേകം വർദ്ധിക്കാൻ, കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലായി ദൈവിക ജ്ഞാനത്തോടെ ജീവിക്കാൻ, നമ്മുടെ കുടുംബങ്ങളും കൂട്ടായ്മകളും നമ്മുടെ മക്കളിലെല്ലാം ഈ അഭിഷേകം നിറയാൻ നമുക്കിതുപോലെയുള്ള ശുശ്രൂഷകൾ ആവശ്യമാണ്. നമ്മൾ പല ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്നവരാണ്. എങ്കിലും ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ ഈ ഒരു ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ ഫോൺ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ഇപ്പോൾ തന്നെ ആ ഫോൺ നമ്പറുകൾ വിളിച്ച്, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ പെട്ടെന്ന് വിളിച്ച് നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പ് വരുത്തണം. നിങ്ങൾ അനേകരെ കൊണ്ടുവരണം. ഈ പോസ്റ്ററുകളൊക്കെ അനേകർക്ക് അയച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് വലിയൊരു കൃപയുടെ ഒരു സമൂഹമായി, പ്രാർത്ഥിക്കാൻ തീഷ്ണതയുള്ള, സമർപ്പണമുള്ള ഒരു സമൂഹത്തെ കർത്താവിനായി നമ്മൾ രൂപപ്പെടുത്തണം. അത് കർത്താവിൻ്റെ പദ്ധതിയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹമാണ്. നമുക്ക് ഇതിനോട് യെസ് പറഞ്ഞ് ഈ ശുശ്രൂഷയിലേക്ക് വരാം. നിങ്ങളിതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് യാചിക്കുകയാണ്.